നമസ്കാരം. പാർലമെന്റിൽ കോൺഗ്രസിന്റെ മുഴുവൻ തലമുറയെ നരേന്ദ്രമോദി ഒരു നിമിഷം കൊണ്ടാണ് പാർലമെന്റിൽ പഞ്ഞിക്കിട്ടത്. നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ ഭാരതത്തെ എത്രത്തോളം അതിഗുരുതരമായ അവസ്ഥയിലേക്ക് തള്ളിവിടാൻ പറ്റുമോ അത്രയൊക്കെ അവർ ഭാരതത്തെ തള്ളിവിട്ടിട്ടുണ്ട്. 1947 നെഹ്റു ഭാരതത്തെ അറുത്തുമാറ്റി. 1975 ഭാരതം നഷ്ടപ്പെടുമെന്നും അതായത് ഭാരതത്തിൽ ഭരണം നഷ്ടപ്പെടുമെന്നും പ്രധാനമന്ത്രി കസേര കൈവിട്ടു പോകുമെന്നും കണ്ടതോടെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ജനാധിപത്യത്തിനെ കീറി മുറിച്ച് ഉന്മൂലനം ചെയ്തു ഇന്ദിരാഗാന്ധി. കൂടാതെ രാജ്യദ്രോഹികൾക്ക് വേണ്ടിയും വിഘടനവാദികൾക്ക് വേണ്ടിയും ഭരണഘടന അനവധി തവണ ഭേദഗതി വരുത്തുകയും ചെയ്തു. 1984 സിഖ് വിരുദ്ധ വംശഹത്യയെക്കുറിച്ച് അറിയാവുന്ന മിക്ക ആളുകൾക്കും രാജീവ് ഗാന്ധിയുടെ ലജ്ജാകരമായ പരാമർശത്തെക്കുറിച്ച് മനസ്സിലാകും. സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ച് വൻ മരങ്ങൾ വീഴുമ്പോൾ ഭൂമി അല്പം കുലുങ്ങുന്നത് സ്വാഭാവികമാണെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞത് സിഖ് വിരുദ്ധ കലാപത്തിലെ ഇരകളുടെ ബന്ധുക്കൾക്കിടയിൽ വളരെയേറെ പ്രതിഷേധമുണ്ടാക്കി. ഒരു പ്രധാനമന്ത്രി വംശഹത്യ നടത്തി ജനഹൃദയങ്ങൾ കീറിമുറിച്ചത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയാണെന്ന് ഓർക്കണം. അധികാരത്തിന്റെ ഭ്രാന്ത് തലക്ക് പിടിച്ച ഒരു പാർട്ടിക്ക് രാജ്യദ്രോഹകരമായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു നിമിഷം പോലും അധികാര കസേര കൈവിട്ടിരിക്കാൻ സോണിയയ്ക്കോ രാഹുലിനോ കഴിയില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. ജോർജ് സോറസിനെ പോലെ ആയിരക്കണക്കിന് സോറസുമാർക്ക് വേണ്ടി കുഴലൂതുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ തലപ്പത്ത് രാഹുലും സോണിയുമുണ്ട്. കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ജോർജ് സോറസിനെ പോലെയുള്ള നരാധമന്മാർക്ക് വേണ്ടി അവരുടെ മുന്നിൽ ഭാരതത്തെ അടിയറവ് വെച്ചിട്ടുണ്ട് സോണിയും രാഹുലും. ഒരു ഗാന്ധി കുടുംബവുമായി ഒരു ബന്ധമില്ലാത്ത ഇവർ ഇന്ത്യയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പേരിന്റെ അവസാനം ഗാന്ധി എന്ന് ചേർത്തു. അത് തന്നെ വലിയ സംശയമാണ് സൃഷ്ടിക്കുന്നത്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി അങ്ങനെ ഗാന്ധി എന്ന പേര് ചേർത്തു? ഇപ്പോഴും ഉത്തരമില്ല. ഭരണഘടനയെ കുറിച്ചുള്ള സംവാദത്തിൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ഗാന്ധി കുടുംബങ്ങളെ മുഴുവൻ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് രാജ്യത്തിന്റെ ഭരണഘടനയെ അപമാനിച്ചിരിക്കുകയാണ്. കോൺഗ്രസിലെ ഒരു കുടുംബം ഭരണഘടനയെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചു. ഒരു കുടുംബം ഇന്ത്യയെ 55 വർഷം ഭരിച്ചു. ഭരണഘടനയെ തകർത്തതല്ലാതെ അവർ എന്ത് ചെയ്തു? വ്യക്തി താല്പര്യത്തിന് വേണ്ടി നിയമവിരുദ്ധമായി ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ടേയിരുന്നു. ആ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്. ഭരണഘടന തടസ്സമായി വന്നാൽ ഭേദഗതി ചെയ്യണമെന്ന് നെഹ്റു 1951 ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി. നെഹ്റുവിന്റെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് അതിനെ ശക്തമായി എതിർത്തു. സ്പീക്കറും എതിർത്തു. കോൺഗ്രസ് നേതാക്കളായ ആചാര്യ കൃപാലിനിയും ജയപ്രകാശ് നാരായണനും എതിർത്തു. 60 വർഷത്തിനിടെ കോൺഗ്രസ് ഭരണഘടനയെ 75 പ്രാവശ്യം ഭേദഗതി ചെയ്തു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നെഹ്റു ഭരണഘടനയെ അടിച്ചമർത്തി. നെഹ്റു ചെയ്ത പാപം ഇന്ദിരയും തുടർന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ആയിരക്കണക്കിന് ജനങ്ങളെ ജയിലിൽ അടച്ചു. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഇല്ലാതാക്കി. ഏക സിവിൽ കോഡ് വേണമെന്ന് ഭരണഘടനയുടെ ശില്പികൾ പോലും ആഗ്രഹിച്ചതാണ്. എന്നാൽ കോൺഗ്രസ് ഏകീകൃത സിവിൽ കോഡിന് എതിരാണ്. സുപ്രീം കോടതിയും ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് ഉത്തരവുണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയുടെ ഭരണഘടന മാനിക്കാത്ത ഇവർ എങ്ങനെ രാജ്യത്തിന്റെ ഭരണഘടനയെ ബഹുമാനിക്കുമെന്നാണ് മോദി ചോദിച്ചത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ആദ്യ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി കാണിച്ചത് ഒരു കോമഡി ആയിരുന്നു. ഭരണഘടനയെ രാഹുലിന്റെ മുതുമുത്തച്ഛന്മാർ മുതൽ അമ്മൂമ്മമാർ വരെ ഭരണഘടനയെ നിഷ്ഠൂരം കീറി മുറിച്ച ആ ഭരണഘടനയെ, ഭാരതത്തിന്റെ പരിശുദ്ധമായ ഭരണഘടനയെ ഏത് രാഷ്ട്രീയ പ്രതിനിധികളും കൈവച്ച് സത്യം ചെയ്ത് അധികാര കസേരയിൽ ഇരുന്ന ആ ഭരണഘടനയെ രാഹുൽ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടം പോലെയാണ് രാഹുൽ ഗാന്ധി ആ ഭരണഘടന എടുത്തത്. രാഹുലിനോ സോണിയയ്ക്കോ പ്രിയങ്കയ്ക്കോ ആ ഭരണഘടന കൈകൊണ്ട് തൊടാനുള്ള അധികാരം പോലുമില്ല. കാരണം അങ്ങനെയാണ് 55 വർഷം കോൺഗ്രസ് ഭാരതത്തിൽ ഭരിച്ചപ്പോൾ അവർ ഭരണഘടനയെ നശിപ്പിച്ച് സാധാരണ ഒരു പുസ്തക രൂപേണ ആക്കി വെച്ചത്. ഭരണഘടന എന്താന്ന് പോലും പറയാത്ത രാഹുലും പ്രിയങ്കയുമാണ് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇത്രയേറെ രാജ്യത്തെ ദ്രോഹിച്ച ഒരു കോൺഗ്രസിനെയാണ് ഓരോ തവണ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജനങ്ങൾ ഇപ്പോൾ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്റെ പ്രധാനമന്ത്രി കസേര എനിക്ക് കിട്ടിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും സംശയത്തോടെ ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്നത്. അന്ന് ചെയ്തതിന്റെ ഫലം ഇപ്പോഴാണ് നിങ്ങളുടെ പാർട്ടി അനുഭവിക്കുന്നത്. ഇനിയും വരുന്നുണ്ട് ഓരോ തെളിവുകൾ സഹിതം ജോർജ് സോറസുമായുള്ള കോൺഗ്രസിന്റെ ബന്ധങ്ങൾ,
മല്ലികാർജുന ഖാർഗെ വരെ പറയാതെ സമ്മതിച്ചതാണ് സോണിയയ്ക്ക് സോറസുമായിട്ടുള്ള ബന്ധം.